നമസ്കാരം. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും ഗൗരവതരമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും പിണറായി വിജയൻ മത്സരിക്കുമോ അതോ മത്സരിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതാണോ പാർട്ടിയുടെ ഇപ്പോഴത്തെ പുതിയ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിൻ്റെ വിജയം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ബേപ്പൂരിൽ ഇക്കുറി UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് PV അൻവറിനെയാണ്. PV അൻവറിനും അവിടെ നിർണായകമായ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൻ്റെ നിതാന്ത വേദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന PV അൻവർ വിജയിക്കുകയും മരുമകനായ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി അലട്ടുന്നത് തൻ്റെ മണ്ഡലത്തിൽ അവിടെ പ്രധാനമായും ഇപ്പോൾ K സുധാകരനെയോ ഷാഫി പറമ്പിലിനെയോ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കളത്തിലിറക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളം ഒട്ടാകെ ഓടി നടന്ന് പ്രചരണം നടത്തുക ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി. കാരണം തൻ്റെ മണ്ഡലങ്ങൾ കണ്ണൂരിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രചരണം നടത്തിയില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഷാഫി പറമ്പിലോ K സുധാകരനോ തൻ്റെ എതിരാളികളായി എത്തുകയാണെങ്കിൽ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇക്കുറി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്. സാധാരണ ഇതിൽ പ്രതിപക്ഷ നേതാക്കളാണ് സഭയ്ക്ക് പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ പ്രതിഷേധവും മറ്റും അറിയിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അന്ന് ഭരണപക്ഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അന്ന് ഇതിന് നേതൃത്വം നൽകിയത് KK ശൈലജ ടീച്ചറായിരുന്നു. അങ്ങനെ ശൈലജ ടീച്ചറിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനും വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനും, അതായത് 1987 ഗൗരിയമ്മയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് ശേഷം വിജയം നേടിയ പുളിക്ക നായനാരെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേടിയതിനു ശേഷം പിണറായി വിജയനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA-മാർക്ക് നൽകിയ മുന്നറിയിപ്പ്, അതായത് ജില്ലയിലെ MLA-മാർക്ക് നൽകിയ മുന്നറിയിപ്പ്, നിങ്ങളിൽ പലരും വീണ്ടും മത്സരിക്കേണ്ടി വരും, ചിലർ മത്സരിക്കാൻ കഴിയാതെയും വരും. ഏതായാലും നിങ്ങൾ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ശക്തമായ തോതിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും വേണം എന്നുള്ളതാണ്. അതായത് ഈസി വാക്ക് ഓവർ എന്നുള്ള കാര്യം ഇപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം അകലെയാണ്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പല നിരക്കുകളും വർദ്ധിപ്പിക്കാൻ സാധ്യത, അതായത് പെൻഷനും ശമ്പളമൊക്കെ തന്നെ ഒരുപക്ഷെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ പരമാവധി ആകർഷിക്കാനുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ എന്ത് വില കൊടുത്തും തിരികെ പിടിക്കുക ഭരണം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൊന്നായ NSS SNDP-യും തമ്മിൽ ഒരുമിച്ച് നിൽക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറുമോ എന്നുള്ള രീതിയിലേക്കും മുഖ്യമന്ത്രി നോക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർവ്വശക്തി ഉപയോഗിച്ച് പോരാടി ഇക്കുറി ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റിയ സ്ഥാനാർത്ഥികൾ അവർ തേടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഭീതിയിലാഴ്ത്തുന്നത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പിനെയാണ്. തിരഞ്ഞെടുപ്പ് വിജയം അത്ര എളുപ്പമല്ല എന്ന് ഇടതുമുന്നണിക്ക് അറിയാമെങ്കിൽ പോലും, പരാജയപ്പെട്ടാൽ പോലും മാന്യമായ രീതിയിലുള്ള ഒരു പരാജയമാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങൾ സജീവമാക്കുമ്പോഴും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തിരിച്ചടിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. മുഖ്യമന്ത്രിക്ക് ഒരു ജനകീയ മുഖമില്ല എന്നുള്ള ഒരു ആരോപണം നിരന്തരമായി ഉയരുന്നത് പാർട്ടിയെ തന്നെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറിനെയൊക്കെ പോലെയുള്ള ജനകീയ മുഖമുള്ള ആളുകളെ ഒതുക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു വിഷയവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നയിക്കുക. പക്ഷേ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വിജയവും അതുപോലെ അൻവറിൻ്റെ പരാജയവും ഉറപ്പാക്കേണ്ടതുണ്ട്. കൂടാതെ സ്വന്തം മണ്ഡലത്തിൽ K സുധാകരനോ ഷാഫി പറമ്പിലോ മത്സരിക്കാനെത്തിയാൽ താൻ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടി വരും. സംസ്ഥാനത്തൊട്ടാകെ ഓടി നടന്ന് പ്രചരണം നടത്താനെന്നുള്ള കഴിവ് തനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് പലതവണ വിദേശത്ത് പോയി ചികിത്സ നടത്തിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അതോ മരുമകന് വഴിയൊരുക്കുന്നതിന് വേണ്ടി തൽക്കാലം മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് പരമാവധി ബേപ്പൂരിൽ കേന്ദ്രീകരിച്ച് PM മുഹമ്മദ് റിയാസിനെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കുമോ മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ളതാണ്.